ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായി പുതിയ ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ അന്ത്യകാലത്ത് അനേകർ പ്രവചനങ്ങളുമായിട്ടും പല രീതിയിലുള്ള ഐഡിയാസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ലത് ഏത് അല്ലെങ്കിൽ സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവമക്കൾക്ക് കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ചിന്തകളും തോട്ടുകളും ദൈവം തമ്പുരാനിൽ നിന്നല്ലാതെ ഉള്ള ചിന്തകളോ മറ്റ് പ്രവചനങ്ങളൊന്നും ഒരിക്കലും എൻ്റെ വായിൽ കൂടി വരരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ കാര്യമായിട്ട് മറ്റൊന്നും പറയാതിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വീഡിയോ വളരെ സ്പെസിഫിക്കായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ചില കണക്കുകൾ ഒരുമിച്ച് ഒത്തു വരുന്ന സമയങ്ങളാണെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഏതായാലും ആ സമയങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്ന കണക്കുകളിൽ തന്നെ ഈ പുരാതനമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഏത് വർഷമാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കാത്ത ഒരു നിലയും കൂടെയുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി കാരണമായി തീരുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് അന്ത്യം വരും എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം തമ്പുരാൻ നിശ്ചയിച്ച കാലഘട്ടം ആണ് അല്ലെങ്കിൽ അതിൻ്റെ സമയങ്ങളാണ് ഇതെന്നുള്ളതിന് കൂടുതൽ അടിവരയിടുന്ന കണക്കുകളാണ് അന്ന് തന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു, ലോകത്തിലെ പ്രധാന രാജ്യമായ അമേരിക്കയിലെ പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ വന്നതും ആ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചത് അന്ന് അതിൻ്റെ ആ ഒരു കണക്കും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരുന്നു. കോവിഡ് വാക്സിനേഷനും അത് ലോകമാസകലം വന്ന കോവിഡും തുടർന്നുള്ള വാക്സിനേഷനും അതിനുശേഷമുള്ള ഈ സമയദൈർഘ്യങ്ങളും കാലഘട്ടങ്ങളും ഒക്കെ അന്ന് അത് പ്രതിപാദിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ. അത് ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് തന്ന ഒരറിവാണ്. പരിശുദ്ധാത്മാവ് കണ്ണിന് മുമ്പിൽ കാണിച്ചു തന്ന ഒരറിവ്. അതൊരിക്കലും ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, വാർത്ത വേറൊന്നുമല്ല, അമേരിക്കയിൽ സ്പേസ് എക്സ് ആയിട്ട് ബന്ധപ്പെട്ട നാസയും ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു. ആ വാർത്തയിൽ ഇങ്ങനെ ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ന് വരെയും റോക്കറ്റുകൾ പുനരുപയോഗിക്കാൻ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇത് ആദ്യമായിട്ട് സ്പേസ് എക്സ് അതിനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചു. അങ്ങനെ ഇതിൻ്റെ റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് മേളിലെത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, അതാണ് അതിൻ്റെ പ്രധാന ഭാഗം, അത് തിരിച്ച് താഴേക്ക് വരികയും പിന്നീട് അതിങ്ങനെ പലതവണ യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ 300-400 വിക്ഷേപണങ്ങൾ അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പിന്നെ ലൈവായിട്ട് ഇഷ്ടംപോലെ റോക്കറ്റുകൾ ആകാശത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് പിന്നെ ഇത് താഴേക്ക് വരുന്നതൊക്കെ ആയിട്ടുള്ള ആ കാഴ്ച പെട്ടെന്ന് കണ്ടപ്പോൾ ദൈവം തമ്പുരാന്റെ മനസ്സിൽ തോന്നിച്ച ഒരു വാക്യം ആണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, അത് മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് കിട്ടിയ
ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. 13-14 വാക്യങ്ങൾ. ഇതിൽ 13ാമത്തെ വാക്യത്തിലാണ് പ്രധാനമായിട്ട് തീ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് മനസ്സിൽ തന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഞാൻ ഈ വാക്യം പെട്ടെന്ന് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞത്. കാരണം നമുക്ക് മുമ്പേ ഇതൊക്കെ അറിയാം. പക്ഷേ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആകാശത്തിലേക്ക് വിട്ട റോക്കറ്റിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ആ ഫസ്റ്റ് സ്റ്റേജ് താഴേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്നത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുന്നതായിട്ടാണ്. അതെനിക്ക് വലിയൊരു ഞെട്ടലാണ് പെട്ടെന്ന് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയത്. അയ്യോ ഇതെന്തോ ആയ സംഗതി എന്നുള്ളത് പെട്ടെന്ന്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു തോട്ടേ നമ്മൾ പിന്നെ പോയിട്ടില്ല. കാരണം ഇയാൾ ആരാണെന്നും എന്താണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ബിസിനസ്മാനാണ്, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായുള്ള വ്യക്തിയാണ്. 2ാം സ്ഥാനത്തുള്ളവരൊക്കെ ഇയാളുടെ 7 അയലത്തൂലും എത്തത്തില്ല, അതുപോലെ സമ്പന്നനായിട്ടുള്ള വ്യക്തി. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പ്രധാന ഭാഗം വഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അവരുടെ തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുകയാണ് ഇയാളിപ്പോൾ. അപ്പോൾ ഇയാൾ എൻട്രപ്രനർ ആണ്. മാത്രമല്ല ലോകത്ത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഉടമസ്ഥൻ കൂടിയാണ്. ഇയാളുടെ ഐഡിയകളാണ് ഇവരുടെ കമ്പനികളിൽ മിക്കപ്പോഴും നടപ്പിലാക്കപ്പെടുന്നത്, സ്പേസ് എക്സ് ഉൾപ്പെടെ. പിന്നെ അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂറാലിങ്ക്, പിന്നെ അത് ന്യൂറാലിങ്കും പിന്നെ അതുകൂടാതെ ടെസ്ലയുടെ പേരിലുള്ള റോബോട്ടുകൾ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റോബോട്ടുകൾ, ഇതെല്ലാം ഇയാളുടെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിലൊരു പ്രധാന ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് തിരിച്ചിറക്കുന്ന സംഭവം. ഇപ്പോൾ വചനത്തിൽ ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയേക്കുകയാണ്, ആകാശത്തുനിന്ന് തീ ഇറങ്ങുന്നത് പോലെ ഉള്ള. അപ്പോൾ ഇവിടെ ടെക്നോളജിയെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. തീ ഇറങ്ങുന്നതിനെക്കുറിച്ചും പിന്നീട് നമ്മൾ ആ ഭാഗങ്ങൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ പ്രതിമ സംസാരിക്കേണ്ടതിന് അതിന് ബലം കൊടുക്കുവാനായിട്ടുള്ള ശക്തി ഈ മൃഗത്തിന് കിട്ടുന്നതും ഒക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചു. പിന്നെ ഈ അധ്യായം ഞാൻ പുറകിലോട്ട് വായിക്കാൻ തുടങ്ങി. മുകളിലോട്ട് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ചെന്ന് 1ാമത്തെ വാക്യം തൊട്ട് 1ാമത്തെ വാക്യത്തിലെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം 1ാമത്തെ മൃഗം അത് ആ കൺമുമ്പിൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ ഭൂവാസികളുടെ മുമ്പിൽ നിൽക്കുകയാണ് 1ാമത്തെ മൃഗം. ആ മൃഗത്തിൻ്റെ കൂടെ ആ മൃഗം ആരെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. 10 കൊമ്പും 7 തലയും കൊമ്പുകൾ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ മൃഗത്തെക്കുറിച്ച് പിന്നീട് ഉള്ള അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഞാനതും കൂടെ എടുക്കാം. അതിൽ 17ാമത്തെ അധ്യായത്തിലാണ്. 17ാമത്തെ അധ്യായത്തിൽ ഈ ബാബിലോൺ എന്നെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ബാബിലോൺ ഇരിക്കുന്ന മഹദിയാം ബാബിലോൺ തന്നെ അവിടെ ഒരു മൃഗത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു വേശ്യ സ്ത്രീയായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മിസ്റ്ററി ബാബിലോൺ. അപ്പോൾ മിസ്റ്ററി ബാബിലോൺ ഇരിക്കുന്ന മൃഗത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 17ാമത്തെ അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ 3ാമത്തെ വാക്യത്തിൽ, അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും അതേ മൃഗത്തെക്കുറിച്ചാണ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 7 തല 10 കൊമ്പ് എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 കൊമ്പ് 7 തല.
അത് രണ്ടും സെയിം തന്നെയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 10 കൊമ്പും 7 തലയും 7 തലയും 10 കൊമ്പും എന്നിങ്ങനെ 2 അധ്യായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതായത് പുരാതനമേ ഉള്ളതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി വരാനുള്ളതുമായ എന്ന് ഇങ്ങനെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നത് പോലത്തെ ഒരു സംഗതി. അതായത് ഇതെല്ലാം ആത്മീയമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മളത് കാണുമ്പോൾ ഈ മൃഗത്തിൻ്റെ ആത്മാവിൻ്റെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അവതാരം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ എടുക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ മൃഗത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അവിടെ പറയുന്നുണ്ട്. അതിലാണ് നമ്മൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു സംഗതി. അതായത് പുള്ളിപ്പുലിക്ക് സദൃശ്യം. നമുക്കറിയാം മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതും. പുള്ളിപ്പുലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരയെ അവന് മുമ്പിൽ വന്ന് പെട്ടാൽ ആ ഇര എവിടെയൊക്കെ പോയാലും അതിനെ ഫോളോ ചെയ്ത് അതിനെ പിടിക്കും. എവിടെയൊക്കെ പോയി കഴിഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാലും അവൻ വിടത്തില്ല. അതാണ് പുള്ളിപ്പുലിയുടെ പ്രത്യേകത. മരത്തിൻ്റെ മുകളിലാണെങ്കിൽ മരത്തിൻ്റെ മുകളിൽ, വലിയ പാറക്കെട്ടിൻ്റെ മുകളിലാണെങ്കിൽ അവിടെ, അങ്ങനെ എവിടെ പോയി രക്ഷപ്പെടാൻ നോക്കിയാലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല, അവൻ വിടത്തില്ല. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. നല്ല സ്പീഡ്, സ്വിഫ്റ്റ് ആക്ഷൻ, നല്ല സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാല് കരടിയുടെ കാല് പോലെ. കരടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, കരടി നടക്കുന്നത് വളരെ പതിയെയാണ്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു വളരെ സോഫ്റ്റായിട്ടും പതുക്കെയാണ് ഈ കരടി നടക്കുന്നത്. ഈ കരടിയുടെ വേറൊരു പ്രത്യേകത ഇതുപോലെ തന്നെ, കരടിയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ പിടിച്ചു പറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആർക്കും അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. അതാണ് കരടി. ഭയങ്കര പവർഫുള്ളാണ് കരടി. പിന്നെ അതുകൂടാതെ ഒരു മൃഗത്തിൻ്റെ കാര്യം കൂടെ അവിടെ പറയുന്നു, വായ സിംഹത്തിൻ്റെ വായ പോലെയും ആയിരുന്നു. അപ്പോൾ വായ എന്ന് പറഞ്ഞാൽ സംസാരം. വാ തുറന്നു കഴിഞ്ഞാൽ, സിംഹം വാ തുറന്നു കഴിഞ്ഞാൽ, സിംഹം ഗർജിക്കാൻ വേണ്ടി വാ തുറന്നാൽ അവൻ്റെ വാ ഇങ്ങനെ തുറന്ന് സർപ്പം പോലെ വലുതായിട്ട് ഇങ്ങനെ നമുക്ക് കാണാം. അതായത് വലിയ ദൂഷണ വർത്തമാനങ്ങളും വലിയ വർത്തമാനങ്ങളും ഒക്കെ പറയുന്ന ഒരു വായ, അതാണ്. അപ്പോൾ സിംഹത്തിൻ്റെ വാ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പവർഫുള്ളാണ്. അതായത് അധികാരം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു അധികാര സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ അധ്യായത്തിൽ മൃഗം നിന്നും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് താഴേക്ക് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഉള്ള വാക്യത്തിൽ നമുക്കറിയാം, ഈ 666 പറയുമ്പോഴത്തേക്ക് അവിടെ അത് മൃഗത്തിൻ്റെ സംഖ്യയാണ് അവിടെ പറയുന്നത്. പക്ഷേ അവിടെ പറയുന്നത് അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രയേ. അപ്പോൾ ഈ പ്രത്യേകതകളുള്ള ഒരാൾ മൃഗം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അയാളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വലിയൊരു അധികാര സ്ഥാനത്തിരിക്കുന്നു. ആ അധികാര സ്ഥാനത്ത് ഇരുന്നിട്ട് ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ആൾ, അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 7 തല എന്ന് പറഞ്ഞാൽ 7 തലയായിട്ട് ഇങ്ങനെ നടക്കുന്നതല്ല. അധികാര സ്ഥാനത്തുള്ള കുറേ ആൾക്കാരുടെ, അതായത് പുരാതനമേ ഉള്ള ആൾക്കാരുടെ ആത്മീയമായ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തല അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രൂപമാണ് നമ്മൾ ഈ കാണുന്ന വ്യക്തി. അപ്പോൾ അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ. നമുക്കറിയാം, ഈ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന, അമേരിക്കയുടെ നേതാവായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് പെട്ടെന്നൊരു അപകടം പറ്റിയതും അതിൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മരണകരമായ മുറിവേറ്റതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണകരമായ മുറിവേറ്റു എന്നല്ല, മരണകരമായ മുറിവേറ്റതുപോലെ. അതായത് അവിടെ ആ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷയായിരുന്നു എന്നും പറഞ്ഞ് അവിടെ ആ സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വലിയ ന്യൂസൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് ഒരു സൈഡിൽ നിന്ന് തിരിച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ നെറ്റിയിൽ കയറേണ്ടിയിരുന്ന വെടിയുണ്ട ഒരു സൈഡിൽ കൂടി ചെവി തുളച്ച് കടന്നുപോയി.
അതൊരു വലിയ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷയായിരുന്നു എന്നും ദൈവം അതിൽ നിന്ന് തന്നെ രക്ഷിച്ചു എന്നൊക്കെ പുള്ളി പിന്നീട് പറയുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടതാണ് TV മാധ്യമങ്ങൾ വഴി. അതിനുശേഷം സർവ്വഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. കാരണം ഈ ഒരു അത്ഭുത രക്ഷ കണ്ടപ്പോഴത്തേക്കും ലോകവും ഇത് കണ്ട് അന്തം വിട്ടുപോയി. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. കാരണം ആ സമയങ്ങളിലൊക്കെ ഉള്ള ഒരു ആളുകളുടെ ഒരു ചിന്തകൾ, തോട്ടൊക്കെ നമ്മളൊന്ന് ഉദ്ദേശിച്ചാൽ മതി. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തൊക്കെയായിരുന്നു ആ സമയത്തുള്ള വാർത്തകളും മറ്റുമൊക്കെ. ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അതായത് പറഞ്ഞ ഈ രക്ഷപ്പെട്ട വ്യക്തിയെയും അതിൻ്റെ വ്യക്തിയും ഈ പറഞ്ഞതുപോലെ ആളുകൾ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വാഴ്ത്തിപ്പാടി. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ മൃഗത്തിന് അല്ലെങ്കിൽ ഈ മൃഗത്തിന് ശക്തി കൊടുത്ത മഹാസർപ്പം എന്നാണ് ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തി ദൈവം രക്ഷിച്ചു എന്ന് എപ്പോഴും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരേ ഒരു വാക്യം പുള്ളി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, യേശു ക്രിസ്തു കുറിച്ച് ഒരേ ഒരു തവണ അത് ഈ തവണയാണോ അതോ കഴിഞ്ഞ മുമ്പത്തെ തവണയാണോ എന്നറിയത്തില്ല, ഒരു തവണ മാത്രം യേശു ക്രിസ്തു എന്നെ ആണ് ഏറ്റവും പ്രശസ്തൻ, ഏറ്റവും വലിയവൻ എന്നിങ്ങനെ പറയുന്നതായിട്ടുള്ളൊരു സെൻറ്റൻസ് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ പിന്നെ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ കർത്താവ് ഭൂമിയിലുണ്ടായിരുന്ന സമയത്ത് തന്നെ കർത്താവിനെ കാണുമ്പോൾ ഈ സാത്താൻ്റെ അടിമകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഭൂതങ്ങൾ കർത്താവിനെ പറഞ്ഞ് കർത്താവ് നീ എന്തിനിപ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് സമയത്തിന് മുമ്പേ ഞങ്ങൾ ദ്രോഹിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് പല സമയങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സുവിശേഷങ്ങളിൽ തന്നെ. അപ്പോൾ ഇതിനൊരു പാരലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ തന്നെ വിടുവിച്ചത് ദൈവമാണെന്ന് മാത്രം പറയുന്നതല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ രക്ഷിച്ചതെന്നുള്ള രീതിയിൽ ഒരു വാക്കുപോലും ഈ മനുഷ്യൻ എവിടെയും പറയുന്നതായിട്ട്, ഈ ആൾ എവിടെയും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം പിന്നീടാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ മൃഗം. ആദ്യത്തെ മൃഗം ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പിന്നെ ഉള്ള വാക്യം, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിനെ ലഭിച്ചു, 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. 42 മാസം എന്ന് പറഞ്ഞാൽ 3.5 വർഷമാണ്. 3.5 വർഷം, 42 മാസം. അവിടുത്തെ ആ രാജ്യത്തെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി, ഒഫീഷ്യൽ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. 4 വർഷത്തിൽ നമ്മൾ ഇൻഎഫക്റ്റീവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3.5 വർഷം അല്ലെങ്കിൽ 3.25 വർഷം അത്രത്തോളം സമയമാണ് ഒരു പ്രസിഡൻറ്റിന് ശരിക്കും യഥാർത്ഥത്തിൽ ഭരിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ വളരെ ഒത്തുവരുവാണ് ഇതുമായിട്ട്. പിന്നീട് അതിനുശേഷം അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവം ദൂഷണത്തിനായി വായി തുറന്നു എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും അതിന്മേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോൾ ഇത് വെളിപ്പെട്ടു വരികയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിലും അധികാരം ലഭിക്കത്തക്ക വിധത്തിൽ
ചില കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാണ്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷൻസാണ് ഇപ്പം അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഫലം ഒരുപക്ഷെ ഇതായിരിക്കാം. പിന്നീട് പറയുന്നു 10ാമത്തെ വാക്യത്തിൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോവും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. പിന്നീടാണ് അടുത്ത മൃഗത്തിൻ്റെ കാര്യം പറയുന്നത്. 2ാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പം ആദ്യത്തെ മൃഗത്തിന് മുമ്പിൽ 2ാമത്തെ മൃഗം എഴുന്നേറ്റ് വരികയാണ്. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അപ്പോൾ മഹാസർപ്പം എന്ന് പറഞ്ഞാൽ, മഹാസർപ്പത്തെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. മഹാസർപ്പം തൻ്റെ ശക്തിയും അധികാരവും സിംഹാസനവും എല്ലാം കൊടുത്തു, തൻ്റെ പവറെല്ലാം കൊടുത്തു. അപ്പം ഇവിടെ ഈ കുഞ്ഞാട് പോലെ കാണുന്ന 2ാമത്തെ മൃഗം മഹാസർപ്പം പോലെയാണ് സംസാരിക്കുന്നത്. കാരണം എല്ലാത്തിനും ആധികാരികമായിട്ട് താനാണെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. അതിനുശേഷമാണ് അത് 1ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി മൃഗത്തെയും എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പോൾ 1ാമത്തെ മൃഗത്തിന് മുമ്പാകെ അവൻ്റെ അധികാരം നടത്തി ഈ 1ാമത്തെ മൃഗത്തെ ഉയർത്തലാണ് ഈ 2ാമത്തെ മൃഗത്തിൻ്റെ ദൗത്യം. ഇപ്പോൾ അത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യർക്ക് പിന്നീടാണ് പറഞ്ഞത്, അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് തീ ഇറങ്ങുന്ന മാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. വളരെ കൃത്യമായിട്ട്, അതായത് വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച ഈ മൃഗം അല്ലെങ്കിൽ ഈ നേതാവിനെ മറ്റ് ലോകത്തുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ, ആ ആളെ അനുസരിച്ച് ജീവിക്കാനും ആ ആളെ ദൈവത്തിന് തുല്യമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ 2ാമത്തെ മൃഗം വന്ന് ചെയ്യുന്നത്. താൻ ഭൂവാസികളോട് ഒക്കെയും അതിനുശേഷം മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അവിടെയാണ് ടെക്നോളജിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് മുമ്പേ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദൈവമക്കളെ, അതായത് ഇതിനൊന്നും അടിമപ്പെട്ടു പോകാത്ത ദൈവമക്കളെ ഒറ്റപ്പെടുത്തുകയും അവർ ആത്യന്തികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഉള്ള വലിയ രീതിയിലുള്ള ട്രിബുലേഷനിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇവിടെ നിന്ന് വളരെ വ്യക്തമാകുന്നത്. അപ്പോൾ അത് പിന്നീടാണ് ഈ സംഖ്യയുടെ കാര്യം പറഞ്ഞത്. അത് ചെറിയവരും വലിയവരും, യജമാനനും ദാസനും ദരിദ്രനും, സമ്പന്നനും ദരിദ്രനും, സ്വതന്ത്രനും ദാസന്മാരും എല്ലാവർക്കും കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു. അപ്പോൾ ഇതെല്ലാം ടെക്നോളജിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ടെക്നോളജിക്കലി ഇതെല്ലാം ക്ലിയറായിട്ട്, അതായത് പ്രതിമ സംസാരിക്കുക, പിന്നെ ആത്മാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് മനസ്സിലായത് ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ അനേകർ മറ്റേ ചിപ്പ് എന്നൊക്കെ പറയുന്നത് കയ്യിലും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ കയ്യിലെയും ഇതൊക്കെ ഉള്ള ചിപ്പുകളെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ കളയാം. പക്ഷേ
ഈ ചിപ്പ് ഇൻ്റഗ്രേഷൻ വേറൊരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അതാണ് ഈ ന്യൂറാലിങ്കും മറ്റുമൊക്കെ ചെയ്യുന്നത്. ന്യൂറാലിങ്കിൽ അത് ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തലയോട്ടിയുടെ അകത്താണ്. തലയോട്ടിയുടെ അകത്ത് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അതിനെ അപ്പം മനുഷ്യനെ ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന നിലയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ പ്രതിമ സംസാരിക്കുക, അതായത് പാരലലി റോബോട്ടുകളെ മനുഷ്യനെ പോലെ ആക്കി മാറ്റുന്ന രീതിയിലുള്ള ടെക്നോളജികളും ഭയങ്കര സ്പീഡിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമായി, പ്രതിമ സംസാരിക്കുന്നതുമായി പിന്നെ ആത്മാവിനെ കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ യന്ത്രം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചിപ്പുകൾ ഫിറ്റ് ചെയ്തിട്ട് അവന് കൂടുതൽ പൊട്ടൻഷ്യൽ കിട്ടുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ മനുഷ്യനായിട്ട് അവനെ പറയാനായിട്ട് പറ്റത്തില്ല. അവൻ സൈബോർഗ് എന്നാണ് ഒരു ടൈമിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പോൾ സൈബോർഗ്. പിന്നെ അതുകൂടാതെ ഈ നമുക്കറിയാം ഏറ്റവും വലിയൊരു ചതി കോവിഡ് കാലഘട്ടത്തിൽ നടന്നത് ലോകത്തെല്ലാ മനുഷ്യരിലും ആ ഒരു ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള ആ ടൈപ്പ് സംഗതികൾ എടുത്തിട്ടുള്ള കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ള ആളുകളെല്ലാം ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഒരു പൊട്ടൻഷ്യലി അവർ മനുഷ്യൻ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പേരിന് അർഹനല്ലാത്ത രീതിയിൽ അവർ ഓൾറെഡി മാറിപ്പോയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഡ്വെല്ലേഴ്സ് ഓൺ എർത്ത് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അതാണ്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് ഡ്വെല്ലേഴ്സ് ഓൺ എർത്ത് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു രീതിയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ മൃഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെയും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വ്യാപ്തി ഭയങ്കരമായിട്ടൊന്ന് മാറും. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു മൃഗമാകുവാൻ തക്കവണ്ണം അയാൾ എങ്ങനെ മൃഗമാകുന്നു? അപ്പം നമുക്ക് ഒരു മൃഗമാകുക അല്ലെങ്കിൽ ആനിമൽ, മനുഷ്യന് പൊതുവെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് മനുഷ്യൻ സോഷ്യൽ ആനിമൽ എന്ന നിലയിലാണ്. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെ വേറൊരു ടേം വഴി മാത്രമായിട്ട് മാറ്റപ്പെടുന്ന ഒരാളെ ദൈവവചനത്തിൽ മൃഗം എന്ന് രേഖപ്പെടുത്തത്തില്ല. മൃഗം എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അയാൾ അല്ലെങ്കിൽ ആ ഒരു ജീവി ഒരു മൃഗം തന്നെ ആയിരിക്കണം. അപ്പോൾ മൃഗം ഏത് രീതിയിൽ ആവണം എന്നുള്ളതിനെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് പുള്ളിപ്പുലി 1, 2 കരടി, 3 സിംഹം, 4 പറഞ്ഞത് നാലാമത് ഈ സിംഹാസനം അധികാരം കൊടുക്കുന്ന മഹാസർപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സർപ്പൻ്റ്. അപ്പം ഈ മൃഗങ്ങളുടെ എല്ലാം ഒരു ഭാഗം ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അയാൾ മൃഗമായിട്ട് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ മൃഗമാകത്തില്ല. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ആളും ഇതുപോലെ കുഞ്ഞാടിനുള്ളതുപോലെ അതിന് കൊമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഏതൊക്കെ തരത്തിലുള്ള കമ്പോണൻസ് ആണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ അവിടെ പറയുന്നത് അയാൾ ഒരു മൃഗം എന്ന നിലയിൽ തന്നെയാണ്. പിന്നെ ബാലൻസ് നമ്മൾ താഴെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈ 2 മൃഗങ്ങളും അല്ലെങ്കിൽ ഈ 2 ആൾക്കാരും കാണിക്കുന്ന വലിയ രീതിയിലുള്ള അത്ഭുതങ്ങളും ഈ അധികാരങ്ങളും മറ്റു പ്രവൃത്തികളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതിൽ അത്ഭുതപ്പെടുന്ന ആളുകൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകാരംഭം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത സകലരും ഇത് കണ്ട് അത്ഭുതപ്പെടും എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വായിക്കാം. ലോകസ്ഥാപനം മുതൽ 8ാമത്തെ വാക്യത്തിൽ 13ാമത്തെ അധ്യായം 8ാമത്തെ വാക്യത്തിൽ ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഡ്വെല്ലേഴ്സ് ഓൺ എർത്ത് ഒക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോൾ പിന്നെയും പറയുന്നുണ്ട്, ഈ വാള മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഈ 2ാമത്തെ മൃഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നുള്ള രീതിയിലല്ല, ഇതെല്ലാം ഓൾമോസ്റ്റ് പാരലായിട്ട് നടക്കുന്ന സംഗതികളാണ്. പാരലായിട്ടാണ് ഈ മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു,
ഇതിങ്ങനെ ദാസന്മാരും ദാസിമാരും എല്ലാ ചെറിയരും വലിയവരുമായിട്ടുള്ള സകല ആളുകൾക്കും വലങ്കൈമേലോ അല്ലെങ്കിൽ നെറ്റിമേലോ ഈ മുദ്ര വരും. ഈ മുദ്ര വരുവാൻ തപ്പാണ് അവിടെ അവൻ ഈ ഭൂവാസികളെയൊക്കെ വളഞ്ഞിട്ട് പിടിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് 17-ാമത്തെ വാക്യത്തിൽ ലാസ്റ്റ് പറയുന്നത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, അറിവ് വേണം, ഇവിടെ ബുദ്ധി വേണം, ഇവിടെ അറിവ് വേണം. നമ്മുടെ ബുദ്ധി ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന ജ്ഞാനം, പരിശുദ്ധാത്മാവെന്ന ഏറ്റവും വലിയ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന്, ഏറ്റവും വലിയ അധ്യാപകൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ജ്ഞാനത്താൽ മാത്രമാണ് ഇവിടെ രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ആ ജ്ഞാനം കൊണ്ട് മാത്രം കാര്യമില്ല, അനുസരണയും. ഇവിടെ കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ തിരിച്ചറിയുന്ന, വിവേചിച്ചറിയുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രയേ, അതിൻ്റെ സംഖ്യ 666. ഈ ഡൊണാൾഡ് ട്രംപും 666 തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് അല്ലാതെ തന്നെ നോർമലി തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് സംഗതി ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ രാശിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സംഭവവികാസങ്ങൾ ആണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മൃഗവും അല്ലെങ്കിൽ മൃഗങ്ങളും കള്ളപ്രവാചകനും ഒക്കെ ഈ ലോകത്ത് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി വരുവാനുള്ളത് നമ്മുടെ കർത്താവായ, നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. കർത്താവ് സഭയെ മാറ്റുന്ന ഒരു ഇവൻ്റാണ് ഇനി നമ്മൾ ദൈവമക്കൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാന സംഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അനേകരിപ്പോഴും ഈ പറഞ്ഞതുപോലെ മറ്റേ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, മറ്റു കാര്യങ്ങൾ, അത് വരുന്നു ഇത് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. പക്ഷേ ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കർത്താവ് തൻ്റെ സഭയെ, മണവാട്ടി സഭയെ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അത് എപ്പോഴാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള കൊടിയ പീഡനത്തിൽ കൂടി അനേക ദൈവമക്കൾ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരുമായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഇൻ ദി ട്വിങ്കിൾ ഓഫ് എൻ ഐ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് മാറ്റപ്പെടാം. ഇതൊന്നും അല്ലെങ്കിൽ വേറൊരു ഒരു സൂചന എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കാര്യം, അതായത് നിങ്ങളിൽ പലരും മരണം ആസ്വദിക്കുകയില്ല എന്ന് ശിഷ്യന്മാർ കൂടി വന്നപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞിട്ടുള്ളതായിട്ട് അവിടെ പറയുന്നുണ്ട്. നിങ്ങളിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നതായിട്ട്. അപ്പോൾ മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റൊരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, കർത്താവ് കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിൽ ചെന്ന്, ഭവനത്തിൽ കൊർന്നേലിയൂസിൻ്റെ ആണോ ഞാൻ മറന്നുപോയി, ബാലിക മരിച്ചുപോയ ബാലികയ്ക്ക് തിരികെ ജീവൻ കൊടുക്കുന്ന ആ ഒരു സംഭവത്തിൽ ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക എത്രയെന്നുള്ളൊരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റേ ലാസറിൻ്റെ കാര്യത്തിൽ, ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ലാസർ ഇറങ്ങി വരാനായിട്ട് കർത്താവ് കൽപ്പിച്ചപ്പോൾ ലാസർ ഇറങ്ങി വന്ന് ലാസർ പിന്നീട് ഒരു ചടങ്ങ് വന്നപ്പോഴത്തേക്കും പന്തയിൽ കർത്താവിനോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഈ താൻ മരിച്ചു വേറൊരു ലോകത്ത് പോയി, അല്ലെങ്കിൽ ലോകത്ത് പോയിട്ട് ഇന്ന സംഭവങ്ങളൊക്കെ കണ്ടു എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവരൊന്നും മരണം ആസ്വദിച്ചവരായിട്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. അതായത് ഈ പറഞ്ഞ ആളുകൾ മരണം ആസ്വദിച്ചതായിട്ട്, അതായത് മരണം എന്ന് പറഞ്ഞ ആ ഡീപ്പ് ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ട് മറ്റൊരു ലോകത്ത് ചെന്ന് തിരിച്ചു വന്നതായിട്ട് ദൈവവചനത്തിലെങ്ങും രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ബാലിക ഉറങ്ങുകയത്രേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭ മാറ്റപ്പെടുന്നതിൻ്റെ കാര്യമായിട്ട് ഇതൊന്ന് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ 2 പേര് കിടന്നുറങ്ങും, ഒരാളെ കാണാതാകും,
പിന്നീട് 2 പേര് ധാന്യം പിടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, മറ്റൊരാളെ വിട്ടേച്ച് പോവും എന്നൊക്കെ പറയുന്നതിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സഭയെ കർത്താവ് എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 2000 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതായത് കൊടിയ പീഡനത്തിൽ കൂടി അനേക ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ സാക്ഷ്യം തികച്ച് സ്വാഭാവികമായിട്ട് സാക്ഷ്യം തികച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ പല രീതി കൂടിയും പോകുന്നവരുണ്ട്. പിന്നെ ഇത് ഇവൻ്റായിട്ട് നമ്മൾ കണക്കാക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലാണ് പൊതുവെ എല്ലാവരും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയും സാധ്യത ഉണ്ടാവാം എന്ന് ഞാനങ്ങനെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ സഭയാണ്, ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ എടുക്കണം എന്നുള്ളത് കർത്താവിനറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ കൊടിയ പീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നാലും പോലും ഒരു മടിയും കൂടാതെ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങനെ ഉള്ള അവസ്ഥയിൽ കൂടി പോകേണ്ടി വന്നാൽ അങ്ങനെ അതല്ല മറ്റു രീതിയിൽ അതിന് നാച്ചുറലായിട്ട് നോർമലായിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ഇത് രണ്ടും അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇതാ ഇവിടെ കയറി വരിക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു ഇവൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ നഗരത്തിൽ 2 സാക്ഷികൾ, ദൈവത്തിൻ്റെ 2 സാക്ഷികൾ വന്നിട്ട് അവരെ കൊലപ്പെടുത്തും. അവരെ കൊലപ്പെടുത്തി അവരുടെ ശരീരം വീതിയിൽ 3 ദിവസം കിടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അവരോട് പിന്നീട് ദൈവം കൽപ്പിക്കുന്നത് ഇവിടെ കയറി വരിക എന്നാണ്. അപ്പോൾ അവരും മരിച്ചു. അവരും മരണം ആസ്വദിക്കാതെ ആസ്വദിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവരെയും മരണം കൂടിയാണ് പിന്നെ അവരും ഈ പറഞ്ഞതുപോലെ മരണം എന്നുള്ള ഒരു സംഗതി അവർക്കും വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുന്നവരാണ്. അതായത് ഒരിക്കൽ ജനനവും പിന്നെ മരണവും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ജനനവും പിന്നെ മരണവും പിന്നെ ന്യായവിധി. അപ്പോൾ മനുഷ്യർക്ക് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ മാറ്റും എന്ന് പറയുമ്പോഴത്തേക്കും മരണം കൂടാതെ എന്നുള്ള രീതിയിൽ അത് നമുക്ക് എത്രത്തോളം കണക്കാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പുരാതന കാലത്താണെങ്കിലും ഇങ്ങനെ മരണം കൂടാതെ എടുക്കപ്പെട്ടവരായിട്ട് പറയുന്നത് 2 പേരെ കുറിച്ചാണ്. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നു. പിന്നെ രണ്ട് യെശയ്യാ പ്രവാചകനെ കുറിച്ച് പറയുന്നു. ഇവരെ 2 പേരെയും മാത്രമാണ് മരണം കൂടാതെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നീട് അനേകർ ചരിത്രത്തിൽ കൂടി അനേകർ മനസ്സിലാക്കിയെന്ന് അവർ അവകാശപ്പെടുന്ന സംഗതി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേര് ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ ഒന്ന് യൂദ ആദ്യം തന്നെ പോയി. പിന്നീടുള്ള ബാക്കി 11 പേരെയും അവരുടെ മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പല രീതിയിലുള്ള കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചാണ് അവരെല്ലാം മരിച്ചിരിക്കുന്നത്. ഒരാളൊഴികെ ആ ആൾ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ള യോഹന്നാനാണ്. യോഹന്നാൻ വാർദ്ധക്യത്തിൽ മരിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആക്ച്വലി ഒരു തെളിവുമില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ ഇവൻസിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. യോഹന്നാൻ മരിച്ചതിന് തെളിവില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ അത് ലാസ്റ്റ് അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക ഒരു സംഭവം രേഖപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം പുനരുത്ഥാനം ചെയ്ത കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവിടെ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇവൻ എന്ത് ഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവോട് ഒരു ഉത്തരം പറയുന്നത്, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഉണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്ന് അവിടെ കർത്താവ് പത്രോസിനോട് തിരിച്ച് ഉത്തരം പറയുന്നതായിട്ട് കാണാം.
അപ്പം അതിനെക്കുറിച്ച് അപ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ അവിടെ മനസ്സിലായ അർത്ഥം എന്ന് പറയുന്നത്, അതുകൊണ്ട് ഈ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി അവരുടെ ഇടയിൽ പടർന്നു എന്നവിടെ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അപ്പോൾ കർത്താവ് അത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട്, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം അവനിരിക്കണമെന്ന് എനിക്കുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കെന്ത് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികളിൽ ഒരാൾ ഒരുപക്ഷെ യോഹന്നാനാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യോഹന്നാൻ എവിടെ എന്നുള്ളൊരു ചോദ്യം വരും. അതായത് ഞാൻ പറഞ്ഞത്, മരണം ആസ്വദിക്കലും തമ്മിൽ 2 വ്യത്യാസമുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം അതാണ്. യോഹന്നാൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാനായിട്ട് കഴിയും. കാരണം ഈ ഒരു വാക്യത്തിൽ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് താൻ വരുവോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ വരുവോളം എന്ന് പറഞ്ഞാൽ കർത്താവ് അന്ന് പുനരുത്ഥാനം ചെയ്ത് പോയതിന് ശേഷം പിന്നീട് കർത്താവ് ഇന്ന് വരേക്കും ഭൂമിയിലേക്ക് മഹത്വത്തിൽ പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ ആ വരവിന് വേണ്ടിയിട്ടാണ് വിശ്വാസികളെല്ലാം, ദൈവത്തിൻ്റെ മക്കളെല്ലാം കാത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ ആ വരവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുവോളം എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില മിസ്റ്ററി വാക്യങ്ങളാണ്. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യോഹന്നാൻ ഈ പറഞ്ഞതുപോലെ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേറെയും ചില 1-2 സംഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് റോൺ വയാട്ടിൻ്റെയൊക്കെ ചില സംഭവങ്ങളിൽ, ചില സാക്ഷ്യങ്ങളിൽ റോൺ വയാട്ട് ഇങ്ങനെ പഴയ കാലത്ത് ഒരാൾ വന്നിട്ട് തങ്ങളോട് സംസാരിച്ചതായിട്ടൊക്കെ റോൺ വയാട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോൺ വയാട്ട് ഈ പറഞ്ഞതുപോലെ ജെറുസലേമിൽ എക്സ്കവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും അത് ഒക്കെ അങ്ങനെ. പക്ഷെ അത് ബിബ്ലിക്കലല്ല, ബിബ്ലിക്കലായിട്ട് അതിനെ എടുക്കുന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു സംഗതിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. കാരണം ഈ യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. വാർദ്ധക്യമായി പിന്നെ മരിച്ചു എന്നല്ലാതെ വേറൊന്നും രേഖപ്പെടുത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വരുവാനുള്ളതെല്ലാം ദൈവം തമ്പുരാൻ ദൂതൻ വഴി പ്രദർശിപ്പിച്ചത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തത് യോഹന്നാനാണ്. യോഹന്നാൻ എല്ലാത്തിനും സാക്ഷിയാണെന്ന് വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാക്ഷിയാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാലത്തിലേക്ക് ഈ മനുഷ്യൻ പോയിട്ടുണ്ടാവണം. ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ സഹോദരനെ, ഈ അപ്പോസ്തലനെ ദൈവം തമ്പുരാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വേറൊരു അർത്ഥം എന്ന് പറയുന്നത്. കാരണം എല്ലാത്തിനും സാക്ഷിയാണ് യോഹന്നാനെ പത്മോസ് ദ്വീപിൽ വെച്ച് ഇങ്ങനെ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായ സമയത്ത് കൊണ്ടുപോയി എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നു. അപ്പോൾ യോഹന്നാനെ എല്ലാം ദൈവം തമ്പുരാൻ ഇത് പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇതൊക്കെ കാണാൻ തക്ക വിധത്തിൽ യോഹന്നാന് ദൈവം തമ്പുരാൻ ആയുസ് കൊടുത്തുവെന്നും അല്ലെങ്കിൽ യോഹന്നാനെ ദൈവം സൂക്ഷിക്കുന്നു എന്നുമാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തികളിലെ ഫിലിപ്പോസ് ഷണ്ടനോട് സുവിശേഷം പറയുകയും ഷണ്ടനെ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഫിലിപ്പോസിനെ കണ്ടില്ല. ഫിലിപ്പോസിന് പിന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ദൈവിക പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാൻ എപ്പോഴും ചെയ്യും. അപ്പോൾ തനിക്ക് വേണ്ട ആൾക്കാരെ അതുപോലെ കീപ്പ് ചെയ്യാനും താൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുവാനൊക്കെ ദൈവം തമ്പുരാൻ ഹോളി സ്പിരിറ്റ് അന്ന് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആത്യന്തികമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അനേക സംഭവങ്ങൾ നടക്കുന്നു. ദൈവവചനം കൺമുമ്പിൽ നിവൃത്തിയാകുന്ന ആ കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ നിർത്തുന്ന ഇതിൻ്റെ കാര്യമായിട്ട് പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ആത്മാവിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വിവേചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം ജീവിച്ചില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും എന്നുള്ള വലിയ ഒരു സത്യമുണ്ട്. കാരണം ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചതുപോലെ
ഇത്ര വലിയ രക്ഷ, ആ രക്ഷയുടെ വലിപ്പം അളവറ്റ വലിപ്പം, അളവില്ല അതിന്. അത്ര വലിയ രക്ഷയാണ് കർത്താവ് തൻ്റെ രക്തത്താൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ രക്തത്തിന് നന്ദിയുള്ളവരായിട്ട് വിലയുണ്ട്. ആ വില നമ്മുടെ ആത്മാവിൻ്റെ വിലയാണ്, മനസ്സിലായി. നമ്മളെ സ്വന്തമാക്കിയതാണ് രക്തവില കൊടുത്ത്. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് നന്ദിയുള്ളവരായിട്ട് തിരുസന്നിധിയിലേക്ക് കാണപ്പെടുവാൻ നമുക്ക് ഇടയായി തീരണം. അതിനു വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും ദൈവം തമ്പുരാൻ അതിനുള്ള കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.